ചെറുക്കന്റെ സകല കാര്യങ്ങളും അന്വേഷിച്ചേ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാവുള്ളൂ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പറ്റിയ അവസ്ഥ എന്റെ മോക്ക് പറ്റരുത്, അതുകൊണ്ട്. എടി, കല്യാണം കഴിക്കുന്ന മുമ്പ് നീ കണ്ണും മൂക്കും കാണിച്ച് എന്നെ വശീകരിച്ചെടുത്തതല്ലേ? എന്റെ ദൈവമേ, കോക്കനെ കുത്തി കാണിച്ചാലും മനസ്സിലാവാത്ത ഒരു മനുഷ്യന്. പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല, എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം എന്റെ കല്യാണം കഴിഞ്ഞാ? ഓ ചേട്ടാ, കുട്ടികൾ എത്ര? 2 ഒരെണ്ണത്തിന് ചേട്ടന്റെ പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിക്ക് എന്റെ പേരാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിക്ക് എന്റെ പേരത്തിൽ ഇട്ടു. ചേട്ടൻ ഓർമ്മിക്കാ ചേട്ടാ. നളചരിതം എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. നളചരിതം എത്ര ദിവസമാ? 4 ദിവസം. എന്തുകൊണ്ടാണ് 4 ദിവസമായത്? 5-ാമത്തെ ദിവസം അത് എഴുതിയ ആള് മരിച്ചുപോയി. ഇവള് പറയുന്നത് ശരിയാണോ? ആർക്കറിയാം. എന്താ തനിക്കറിഞ്ഞൂടെ? ഇല്ല. എന്നാ ശരിയായിരിക്കുന്നേ. എന്താ സാർ? ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങളെന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല, ഉച്ചന്ന് അയച്ചിട്ടുണ്ട് വാട്സപ്പ്. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഗരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കണുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിഒ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വേണ്ടി എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിഒ എന്റെ കൂട്ടുകാരനാ. പിന്നെ ഒരു മാമൻ വല്ലാണ്. ഇത് ഏതാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു. നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളവിടെ കിടക്കും. ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല, ഷെഫ്. സ്കൂളിൽ ഷെഫ്? കഞ്ഞിവെപ്പ്? ഓപ്പറേഷന് തലേന്ന് 2 കുപ്പി ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. റെഡി ആക്കണം കേട്ടോ. സിസ്റ്ററെ, കയ്യിൽ നിന്നോ കാലിൽ നിന്നോ പോരെ, തലേന്ന് തന്നെ വേണോ? ഞരമ്പ് കിട്ടാൻ പാടായിരിക്കും.